ഹലോ ഗായ്സ്, നിങ്ങൾ ഏലക്ക കണ്ടിട്ടുണ്ടോ? ഏലം കണ്ടിട്ടുണ്ടോ? ഇതാണ് ഏലം. കണ്ട് ഏലച്ചെടി കണ്ടത്? ഇത്രയും വലിയ ഏലച്ചെടി. ഏലക്ക കായ്ക്കുന്നുണ്ട്. കണ്ട. ഓ, ഇത് പറിക്കാൻ പറ്റത്തില്ല. ഇതുണ്ട് ഏലത്തിൻ്റെ ശരം. ഇതിൻ്റെ പേരുടെ ശരം എന്ന് പറയും കേട്ടോ. ഇതെന്നിട്ട് ഈ കൊത്തിയും തൊട്ടാണ് കായ എടുത്ത് വരുന്നത്. മണ ഏലക്ക എന്തിനാ പറിച്ചു തരുന്നത്? അതുകൊണ്ട് മാറില്ല, പറിച്ചു തരാം, മാറും. ഏലക്കയാണേ. ഇത് ഏലക്ക പറിച്ചാൽ നിൻ്റെ തള്ള എന്നെ ഒന്ന് കൊല്ലുകൂടി. കണ്ടോ അത്തമ്മ കണ്ടോ? ഏലച്ചെടി ഉണ്ടോ? കായ്ച്ചു വയ്ക്കുന്നുണ്ടോ ഏലക്ക? അതെ, എന്തൊരു രസമാണോ! ഇങ്ങനെ നിറച്ചും കായ്ച്ചു നിൽക്കുകയാണ്. ഉണ്ടോ? അതെ, കണ്ടോ? പൊക്കത്തിന് കായ്ച്ചു നിൽക്കുകയാണ്. ഓരോരോ കായ എടുക്കും. ഇതിൻ്റെ അകത്ത് ഏറ്റവും വിളഞ്ഞ കായ, ഇവിടെ വിളഞ്ഞ കായൊക്കെ ഒരു പറിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒന്നെണ്ണം നല്ലതാണ്. ഇത് വിളഞ്ഞ കായാണെന്ന് എനിക്കറിയാം കേട്ടോ. കറുത്ത കളറാണ് വിളഞ്ഞ കായ. പച്ച കളറാണ് കേട്ടോ. കണ്ടത് വിളഞ്ഞ കായല്ലേ? ഇത് വിളഞ്ഞിട്ടില്ല. ഇവിടുത്തെ വിളഞ്ഞ കായൊക്കെ അവർ പറിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഇത് പച്ചക്കായ. ഇനി ഇത് ഒരു 2-3 മാസം കൂടെ കഴിയുമ്പോൾ ഇത് വിളയത്തുള്ളൂ കേട്ടോ. ഞാനിതിനെ ഇതാണ്ട് പറിച്ച കായ തിന്ന് നോക്ക്. തിന്നല്ലേ? ഇതിൻ്റെ അകത്തില്ല, വിളഞ്ഞ കായില്ല. എടി ഏലക്ക അടി കടിച്ചു നോക്കിയോ? അതിന് ഏലക്ക. ഇത് ഈ ചെടിയിൽ വിളഞ്ഞ കായ ഉണ്ടോ നോക്കാന്നേ. കണ്ടോ? കിടക്കുന്നുണ്ടോ? കായ് ഇങ്ങനെ കായ്ച്ച് മറിഞ്ഞ് കിടക്കുന്നുണ്ടത്. കണ്ടോ? കിളി പാട്ട് പാടുന്നു കേട്ടോ. ഇവിടെ പാട്ട് പാടുന്ന കിളികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു വിളഞ്ഞ കായിട്ടിട്ട് കറുത്താണെങ്കിൽ കൊള്ളാം കേട്ടോ. കറുത്ത കായാണെങ്കിൽ ഇത് കറുത്താണോ? ഇതാണ് കരിങ്കായ് എന്ന് പറയും. കരിങ്കായ്. ഇത് വരവരിശി എന്ന് പറയും. വരവരിശി. ഇനി കരിങ്കായ എന്ന് വെച്ചാൽ നല്ല കറുത്തയാണ് കരിങ്കായ എന്ന് പറയാം കേട്ടോ. അതുകൊണ്ടിട്ട് ഉണക്കാൻ പറിച്ച് കളയണ്ടല്ലോ. ഇത് നോക്കട്ടെ, ഇത് വിളഞ്ഞ കായാണോ നോക്കട്ടെ. അല്ല, പഴുത്തിട്ടുമില്ല, വിളഞ്ഞിട്ടുമില്ല. കണ്ട ഏലക്ക. ഇതാണ് ഏലത്തിൻ്റെ ചെടി. ഇതാണ് കേട്ടോ. അതെ, ഇഷ്ടം പോലെ കായ്ക്കും ഏലക്ക കേട്ടോ.